ഹലോ, നമസ്കാരം. നമ്മളെപ്പോഴും വ്യാകുലപ്പെടുന്ന ഒരു സംഗതിയാണ് കരൾ വീക്കം. കരൾ വീക്കം മദ്യപാനം കൊണ്ട് മാത്രമല്ല, മരുന്നുകൾ കൊണ്ട് മാത്രമല്ല, അമിതമായി ഭക്ഷണം കഴിച്ചാലും കരൾ വീക്കമുണ്ടാകും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ ക്ഷയരോഗം വന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ഒരു ഗ്രേവ് ഡിസീസായിട്ട് ബെഡ് റിഡനായി ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ കുറഞ്ഞൊരാളിനോട് മട്ടൻ്റെ ലിവർ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ഡോക്ടർ ഉപദേശിക്കാറുണ്ട്. ഗാന്ധിജിയോട് കസ്തൂർബാ ഗാന്ധിക്ക് ബീഫ് ടീ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞതിൻ്റെയും പിന്നിലുള്ള പൊരുൾ അത് തന്നെയാണ്. ഇതെന്തിന് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കരളിൽ ഗ്ലൈക്കോജനും ഫാറ്റുമായിട്ട് മീറ്റിലുള്ളതിനേക്കാൾ, മാംസത്തിലുള്ളതിനേക്കാൾ 4 ഇരട്ടി എനർജി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 100 ഗ്രാം മാംസം കഴിക്കുന്നതിൻ്റെ 4 ഇരട്ടി ഊർജം, എനർജി, കലോറി 100 ഗ്രാം ലിവറിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ലിവറിൻ്റെ പ്രാഥമികമായ ഒരു ധർമ്മം എന്ന് വെച്ചാൽ റിസർവയർ ഓഫ് ഡിപ്പോട്ട് എനർജി എന്നുള്ളതാണ്. ലിവറിന് 10-30ഓളം ചെറുതും വലുതുമായ ജോലികൾ ഉണ്ടെങ്കിലും ഈ ഏത് ജോലിയാണോ ചെയ്യാനായിട്ട് വർക്ക് ലോഡ് കൂടുന്നത്, ആ ഏരിയ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു പ്രോപ്പർട്ടി കരളിനുണ്ട്. അപ്പോൾ ഒരുപാട് ഡിപ്പോട്ട് എനർജി സൂക്ഷിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ജീവിക്ക് അതിൻ്റെ കരൾ സ്വാഭാവികമായിട്ടും വീങ്ങും എന്നുള്ളത് വാസ്തവമാണ്. ഇതെന്തുകൊണ്ട്, ഇതെങ്ങനെ നിയന്ത്രിക്കാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സാധാരണയായി അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയും അധികം ആയാസമില്ലാത്തൊരു ജീവിത രീതി പാലിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായും കരൾ വീക്കം ഉണ്ടാകും മധ്യവയസ്സെത്തുമ്പോൾ. ഈ ഭക്ഷണത്തിനോട് ആർത്തി കൂട്ടുന്നത് അതിൻ്റെ ഫൈബർ മാറ്റിയിട്ട് അതിൽ ഈ റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ചേർക്കുമ്പോഴാണ്. ഓയിൽ, ഗീ, ഷുഗർ, ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. ടേസ്റ്റ് കൂടുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിനോട് ആർത്തി കൂടും. അതേസമയം നോൺ റിഫൈൻഡ് ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ മതി എന്നുള്ള മടുപ്പ് തോന്നുകയും ചെയ്യും. ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ഒരാളിന് ശരാശരി ഒരു ദിവസത്തെ എനർജി ഉപഭോഗം, ഊർജ ഉപഭോഗം 2000 കിലോ കലോറിയാണ്. ഈ 2000 കിലോ കലോറി എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള 1 കിലോ ആഹാരമേ 24 മണിക്കൂറിലേക്ക് ആ വ്യക്തിക്ക് ആവശ്യമുള്ളൂ. ഒരു വ്യക്തിക്ക് ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖം വരുന്ന കാലയളവ് വരെ അയാളുടെ വിസർജ്യം വഴിയോ വിയർപ്പ് വഴിയോ ഒന്നും ഒരു കണം പോലും ഊർജം നഷ്ടപ്പെടുന്നില്ല എന്ന് ഓർക്കുക. ഇത്തരത്തിൽ ഡയബറ്റിക് വന്നു കഴിയുമ്പോൾ അയാളുടെ മൂത്രം വഴിയും മറ്റും ഈ ഷുഗർ എനർജി ഷുഗറിൻ്റെ രൂപത്തിൽ പുറന്തള്ളി തുടങ്ങും. അപ്പോൾ നമ്മൾ ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുമ്പോഴും ഈ ഭക്ഷണക്രമം പാലിക്കാതെയും എക്സസൈസ് ഇല്ലാതെയും ഇരുന്നാൽ ഈ മരുന്നിൻ്റെ സാന്നിധ്യത്തിൽ അധികമുള്ള ഷുഗർ വീണ്ടും കരളിൽ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഇടവരുത്തും. അപ്പോൾ ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നവരും ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ഉറപ്പായും അനുവർത്തിക്കുക. ഇല്ലെങ്കിൽ ഉറപ്പായും കരൾ വീക്കം പുറകെ വരും. അതിൽ അസുഖം വന്നിട്ട് അതിനെപ്പറ്റി വ്യാകുലപ്പെടുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ പൂർണ്ണ ആരോഗ്യവാന്മാരായ ആൾക്കാർ പൊക്കത്തിന് ആനുപാതികമായ തൂക്കം നിലനിർത്താൻ ശ്രമിക്കുക. പൊക്കം സെൻറ്റിമീറ്ററിൽ എടുക്കുക, അതിൽ നിന്ന് 100 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന സംഖ്യ ശരീരഭാരമായിട്ട് നിലനിർത്താൻ ശ്രമിക്കുക. ഡയബറ്റിക് ഉള്ളവർ ഈ സാധാരണ പറയുന്നൊരു സംഭവമാണ്, ഞാൻ ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നു, അതുകൊണ്ട് സമയത്ത് കൃത്യമായിട്ട് നന്നായി ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ തളർന്നു പോകും എന്ന് പറയുന്നു. ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ഡയബറ്റിക് മരുന്നുകൾ ഈ ബോഡിയുടെ അധികമുള്ള എക്സസ് ഷുഗർ യൂട്ടിലൈസ് ചെയ്യാനും അത് എക്സസ്സായിട്ടുള്ളത് കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കാനും ഒക്കെ പ്രേരിപ്പിക്കും. അപ്പോൾ എക്സസ്സായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എക്സസ്സായിട്ട് ഇത് ഡിപ്പോസിറ്റ് ചെയ്യും.
അപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയും ചെയ്യും. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.